പ്രാചീന കാലം മുതലേ ലോകശ്രദ്ധ നേടിയ നാട്, 7 കുന്നുകളുടെ നഗരമെന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ജില്ല, കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം, ആദ്യത്തെ സർവകലാശാല, ആദ്യത്തെ ലൈബ്രറി, ആദ്യത്തെ റേഡിയോ നിലയം, ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയെല്ലാം സ്ഥാപിതമായത് ഈ ജില്ലയിലാണ്. ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നതും ഈ ജില്ലയിൽ തന്നെ. പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ്. അടിമ സമ്പ്രദായവും ദേവദാസി സമ്പ്രദായവും അവസാനിച്ചതും ഈ ജില്ലയിൽ തന്നെ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം, ആറ്റിങ്ങൽ കലാപം, അയ്യങ്കാളി നേതൃത്വം നൽകിയ കർഷക തൊഴിലാളി സമരം, വില്ലുവണ്ടി സമരം തുടങ്ങിയ ചരിത്ര പ്രധാനമായ സംഭവങ്ങൾക്കെല്ലാം തന്നെ തിരുവനന്തപുരം ജില്ല സാക്ഷ്യം വഹിച്ചു. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായി കണക്കാക്കപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. രാജഭരണം അവസാനിച്ചുവെങ്കിലും കാലങ്ങളായി, അതായത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന 2 ചടങ്ങുകൾ ഇന്നും തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട്. ആറാട്ടും അരിയിട്ട് വാഴ്ചയുമാണ് ഈ 2 ചടങ്ങുകൾ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷമാണ് ആറാട്ട്. തിരുവാറാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് അരിയിട്ട് വാഴ്ച. ഈ 2 ചടങ്ങുകളുടെയും സവിശേഷത തിരുവിതാംകൂർ മഹാരാജാവ് ഉടവാളേന്തി പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും കാരണവശാൽ അരിയിട്ട് വാഴ്ച എന്ന ചടങ്ങിന് രാജാവിന് എഴുന്നള്ളാൻ കഴിയാതിരുന്നാൽ പിഴയായി ഒരു ആനയെ ക്ഷേത്രത്തിന് നടക്കിരുത്തുക എന്നൊരു ആചാരം സമീപകാലത്തു വരെ ഉണ്ടായിരുന്നു അത്രേ. ഏതായാലും കേരളത്തിൻ്റെ ചരിത്ര പഴമയും പ്രൗഢിയും സംഗമിക്കുന്ന ഈ ചടങ്ങുകൾ തിരുവനന്തപുരത്ത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു.